അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുമിച്ച് ഈ പകൽ അനുഗ്രഹിക്കട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഇന്ന് പകലിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മെ ശുശ്രൂഷിപ്പാൻ ദൈവം തന്റെ നിയോഗത്താൽ നമ്മുടെ നടുവിൽ അയച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസൻ വേദിയായിരിക്കുന്ന പ്രിയ പി തോമസ് പാസ്റ്റർ കടന്നു എല്ലാ ദൈവജനത്തിനും വന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അതിഥികളായി 1-2 പേര് കടന്നു വന്നിട്ടുണ്ട്. അവരെ കർത്താവിന്റെ പകൽക്കാലം സഹായിക്കട്ടെ. കരമുയർത്തി കർത്താവിനെ കൂടെ സ്വർണ്ണം പറഞ്ഞാണ്, ശക്തമായൊരു കല്ലിലെ പറഞ്ഞാണ്. ആമേ. ദൈവ നിയോഗത്തോടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൈവാലോചന പ്രകാരം 21 ദിവസക്കാലം ദൈവസന്ധി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് ചെയ്ത നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ മുതൽ ആരംഭിക്കുന്ന ഈ ഉപവാസം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. നല്ല ആത്മീക അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോട്ടെ. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥന നമ്മുടെ പ്രശ്നം തീരാനല്ല, നമ്മുടെ ആത്മതലങ്ങൾ പണിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞാണ്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, പക്ഷെ ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് 21 ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരാ ഉദ്ഘാടനം ചെയ്യും? ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ദൈവമേ ഉദ്ഘാടനത്തിന് ആരും വിളിക്കണം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നേ വരെ ഒരു ആത്മീക ശുശ്രൂഷയിൽ വേറെ ആരെയും ഉദ്ഘാടനം ചെയ്യാൻ ദൈവം സംഭവിച്ചിട്ടില്ല. ആമേ. ഏറ്റവും വലിയ പണി, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പണി ഏതാണെന്നറിയാമോ? ആമേ. കർത്താവ് ശലോമോൻ രാജാവ് ഉണ്ടാക്കിയ ആലയം അതിന്റെ ഉദ്ഘാടന ദിവസം സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഉദ്ഘാടന ദിവസം കിന്നരം വായിക്കാനും പാട്ടുപാടാനും ഉദ്ഘാടനം ചെയ്യാനും സകല സാഹചര്യങ്ങളെ ഒരുക്കി ഉദ്ഘാടന പ്രസംഗം പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ സമയത്ത് മഞ്ഞു പോലെ പുക പോലെ ആലയത്തിൽ ദൈവസാന്നിധ്യമാണ്. പാടാൻ നിന്നവരെല്ലാം മാറി നിന്നു, കിന്നരം വായിക്കാൻ നിന്നവരെല്ലാം മാറി നിന്നു. ഉദ്ഘാടനത്തിന് വന്ന സെറ്റപ്പുകളെല്ലാം മാറ്റിയിട്ട് പറഞ്ഞു, ഇതെന്റെ ആലയമാണ്, ഇതിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് പഴയ നിയമത്തിലെ ആലയത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞാണ്. പുതിയ നിയമത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, പുതിയ നിയമത്തിൽ ഒന്ന് ചിന്തിച്ച് 120 പേര് കൂടിയിരുന്നവരുടെ നടുവിൽ എന്തോ വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ലാണ് ആലയത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ച വചനമാണ്. ആലയത്തിന്റെ ഉദ്ഘാടനം നടന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. ആ ഉദ്ഘാടനം നടത്തിയത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞാണ്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉദ്ഘാടനം നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ കലമടിച്ച് അല്പസമയം വചനങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ആത്മാവിൽ ദൈവാത്മാവിനെ പകരുന്ന സ്വാഗതം ചെയ്ത് പരിശുദ്ധാത്മാവിനെ പകരുന്ന സ്വാഗതം ചെയ്താണ്. കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ഞങ്ങൾ ഒരുമിച്ച് ആത്മസാന്നിധ്യത്തെ കലമടിച്ച് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ആത്മാവിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളപ്പുറം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളപ്പുറം ആത്മാവിൽ ഞങ്ങളുടെ സാന്നിധ്യം ലഭിക്കട്ടെ. സ്വപ്നം പറഞ്ഞേ, നമ്മൾ എന്തൊക്കെ സെറ്റപ്പ് ഒരുക്കിയാലും പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഈ ഉപവാസ പ്രാർത്ഥന നടന്നില്ലെങ്കിൽ അവനെ പോസ്റ്റർ അടിച്ചു, മീറ്റിംഗ് നടത്തി, പാസ്റ്റർമാര് വന്നു, എല്ലാ സെറ്റപ്പും കൊള്ളായിരുന്നു, പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സഭയിലും പറഞ്ഞു, കഴിഞ്ഞ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. 120 പേരുടെ സംഘത്തെ സഭയാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ആത്മാവില്ലെങ്കിൽ എത്ര കൂട്ടമുണ്ടെന്ന് പറഞ്ഞാലും സംഘമാണ്, അത് വെറും കൂട്ടമാണ്. കൂട്ടത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് സഭയായത്. അതിനർത്ഥം ദൈവസാന്നിധ്യം ഇല്ലാതെ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒന്നുമല്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ആത്മസാന്നിധ്യം നമ്മുടെ കൺകൂടാരങ്ങളെ ചലിക്കട്ടെ. വലിയ വിടുതലുകൾ പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഒരിക്കലും നമ്മുടെ തലവേൽക്കുന്ന സ്വന്തം പറഞ്ഞാണ്. ഞാന് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ സാധാരണ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും എല്ലാം ചെയ്യുന്ന ഒരു പദവി ഞാൻ പറയും. ഏറ്റവും ശക്തി കുറഞ്ഞ, നമ്മൾ പറയുന്ന എല്ലാ ദൈവദാസന്മാരുടെ ശക്തിയുണ്ട്. നമ്മളെല്ലാം ശക്തി കുറഞ്ഞ ദൈവദാസന്മാരെ ആദ്യം വിളിക്കും, ഏറ്റവും അവസാനം ശക്തന്മാരെന്ത് ചെയ്യും വിളിക്കും. പക്ഷെ ഞാൻ തിരിച്ചാണ് വിളിച്ചത്. സ്വന്തം കാര്യം എന്താണെന്നറിയോ? അതൊരു പല ദൈവദാസന്മാരുടെ പദവും, പക്ഷെ എന്റെ വിശ്വാസം അതിന് ഇച്ചിരി കൂടെ മേളിൽ നിൽക്കുന്ന വിശ്വാസം.
ഞാൻ ആഗ്രഹിക്കുന്ന ആദ്യം ഒരു മുറകാതെ പ്രാപിക്കേണ്ടത് ആദ്യം മുതലേ പ്രാപിക്കും. ആദ്യം കത്തിയം പിന്നെ എന്തായാലും കത്തിക്കോളെന്നുള്ള കാര്യം ഓർക്കാം. അവൻ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. ആ നിലയിൽ ദൈവത്തോട് ആലോചന ചോദിച്ചാണ് ദൈവദാസന്മാരെ വിളിച്ചത്. ഇന്ന് പകലിൽ ഈ പ്രാരംഭ സമയത്ത് അവൻ ദൈവജനം ശുശ്രൂഷിപ്പാൻ നമ്മുടെ നടുവിൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ അയച്ച ബഹുമാന്യ ദൈവഭൃത്യനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവദാസന്മാരെ വിളിക്കാൻ ഇവിടെ ഒരു ഡയറി ഉണ്ട്. അതെടുക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു ആലോചന എങ്ങനെയാണ്. കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞു, ആമേൻ, അല്ലെങ്കിൽ യോപ്പയില് ആരുണ്ട്? പത്രോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ട്. നീ ആളെ വെച്ച് അവൻ എന്ത് ചെയ്യണം? വിളിക്കണം. ആ വെളിപ്പാട് ആ ദൂതന്റെ ഹൃദയത്തിൽ വെച്ച് ഞാൻ ഓരോ ദൈവദാസന്മാരെ വിളിച്ചു. അവൻ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ കടന്നു വന്ന ബഹുമാന്യ ദൈവദാസനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരു പക്ഷേ എന്നെ ദൈവദാസൻ അറിയാൻ സാധ്യത കുറവാണ്. പക്ഷെ എനിക്ക് വളരെ പരിചിതനായ ദൈവദാസനാണ്. 2025 ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിൽ ദൈവജന പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ സെന്ററിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായിരുന്നു പ്രിയ ദൈവദാസൻ. ഇന്ന് ആ സെന്ററിലെ ആ കോളേജ് നടത്തുന്ന പ്രിയ അച്ഛനൊക്കെ കടന്നു പോകുന്ന മെയിൻ ചർച്ച് ചെറുക്കല് സഭയിലെ അവൻ കത്തുവേലോടുള്ള ബന്ധത്തിൽ ആ സഭയിലെ ശുശ്രൂഷക്കായിരിക്കുന്ന അതിലുപരി ഈ കാലത്ത് കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ദൈവദാസന്മാരും പ്രാരംഭത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് പറയുന്നതല്ല. പാസ് അത് കഴിഞ്ഞ് എനിക്കുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വഴിയാണ്. ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ടാണ്. അവൻ തന്റെ മീറ്റിങ്ങുകളെ കുറിച്ചും അവൻ പലയിടത്തുനിന്ന് കേൾപ്പാനും കാണാനൊക്കെ സഹായിച്ചു. അതിലേറെ എനിക്ക് ഭയങ്കര ഒരു ആത്മബന്ധം പ്രിയ ദൈവദാസനുമായിട്ട് ഉണ്ടാകാൻ കാരണം പ്രിയ ദൈവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ പരിശുദ്ധാത്മാവ് നൽകി. ഒന്ന് സ്വന്തം പറയാം. അവൻ പ്രിയ നമ്മുടെ കൂടെ ഇന്നത്തെ സഭയിലിരുന്ന പ്രിയ കിച്ചു അവൻ ഒരിക്കൽ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിൽ എന്നെ കാണാൻ കടന്നു വരുമ്പോൾ അവനോട് ഒരുമിച്ച് പഠിച്ച മകനാണ് സ്വന്തം സാമ പ്രിയ പാസ്റ്റർ മകൻ ഒരു ദിവസം ഈ ആലയത്തിൽ വന്നു. എത്ര കുഞ്ഞുങ്ങളുണ്ടായിരുന്നു? 3-4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരോട് വന്ന് ഒത്തിരി പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊരു ആത്മീകനായ ഒത്തിരി ദൈവ കൃപ ഉള്ള ഒരു കുഞ്ഞാണ്. അവരിലൂടെയാണ് വീണ്ടും ഭാഷ കണക്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഒരു അവസരത്തെ ഒരുക്കിയത്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മകനാണ്. അത് വലിയ അനുഗ്രഹമാണ്. പ്രിയ ദൈവദാസനോടുള്ള ബന്ധത്തില് പ്രിയ മകനോടുള്ള ബന്ധത്തിൽ പകൽ ഒരുമിച്ച് ആ ബന്ധം ഒരുക്കി പുതുക്കുക പരിശുദ്ധാത്മാവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നു? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞവിടെ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത് എല്ലാ ഉപവാസം മോശയോട് ചോദിച്ചാൽ പറയും 40 ദിവസം മോശ ദൈവത്തിന്റെ കൂടെയായിരുന്നു. ദൈവത്തിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കാട്ടു. പ്രവാചകൻ പറഞ്ഞ വാക്കല്ല കേട്ടത്, ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതിയത് കരത്തിൽ മേടിച്ചുകൊണ്ട് താൻ തിരിച്ചു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മളോട് സംസാരിക്കാനുള്ള ദൈവത്തിന്റെ കരത്തിലൂടെ എഴുതപ്പെട്ട ആലോചനകളെ സ്വീകരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ആ പ്രാപിത്വത്തോടെ ഒരു റിക്വസ്റ്റ് കൂടെ ചെയ്യുകയാണ്. ഒരിക്കലും പ്രാരംഭ ദിവസമായിട്ടാണ് ഞാൻ മുഖവരച്ച് പറഞ്ഞത്, ക്ഷമിക്കുക. പറയുവാണ് ഈ ആൾക്കൂട്ടം ഒരിക്കലും കുറഞ്ഞു പോകരുത്. ഇനി വരെ ഒത്തിരി പേരുണ്ട് വൈകിട്ട് പേര്. ഒരിക്കലും കുറഞ്ഞു പോകരുത്. അത് ദൈവ സാന്നിധ്യത്തിന് സ്വന്തം നമ്മളൊരു ഇടച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും കടന്നു വരിക. രാത്രി പകൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ നടുവിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കേണ്ടതിനായിട്ട് പ്രിയ സുരേഷ് പാസ്റ്റർ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ നാം ക്ഷണിക്കുന്നു. എല്ലാവരും കരമടിച്ച് കർത്താവിന്റെ മഹത്വം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവസഭയിൽ ക്രമീകരിച്ച ആത്മദമനത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രഥമ സെക്ഷനിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ എന്നെ ഇടയ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, വേദിയിലായിരിക്കുന്ന പ്രിയ തോമസ് പാസ്റ്റർ, പ്രിയ കർത്താവിൻ്റെ ദാസന്, ഇവിടെ ആയിരിക്കുന്ന സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവാമനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ മുഖവര പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുവാനായിട്ട് ഇടയായി തോന്നുന്നു.
യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തി എന്ന് വായിച്ചപ്പോൾ അതൊരു ദൈവനിയോഗപ്രകാരം കർത്താവിന്റെ ദാസന്മാരെ ക്ഷണിച്ചു എന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ ഈ പ്രാർത്ഥന എന്തുകൊണ്ടും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ കഴിഞ്ഞ 35 ദിവസമായിട്ട് ഉപവാസമായിരുന്നു. ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം ചർച്ചിലൊരു 7 days ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഉപവാസവും പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാരംഭ ദിവസമായതുകൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചേ മതിയാകത്തുള്ളൂ. കാരണം ഇതൊരു ഒരുക്കം കൂടെയാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് ഒരിക്കലും ഒടുവിലല്ല, ഞാൻ വിശ്വസിക്കുന്നത് ആരംഭത്തിലാണ്. എൻ്റെ ഒരു പൊതുവിലുള്ളൊരു സ്വഭാവം, എന്നെ മിക്കവാറും ആൾക്കാർ അവസാനം വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും ആദ്യം ഡേറ്റ് വലുതുണ്ടെങ്കിൽ എനിക്ക് തരണമെന്ന് പറയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം പ്രസംഗിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും പാസിംഗറിലൊക്കെ ഞാൻ ആദ്യത്തെ ഡേറ്റ് ചോദിച്ചത് ചെയ്യും, വായി ആരെങ്കിലും അങ്ങനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യും, വായിക്കും. സ്തോത്രം. അപ്പം ചില കർത്താവിന്റെ ദാസന്മാർ അങ്ങനെയല്ല. അവര് പറയും കഴിഞ്ഞ ദിവസം തിരുവാസത്തിനപ്പോൾ ഞാൻ ആദ്യം എനിക്ക് അറിഞ്ഞുകൊണ്ട് ആരൊക്കെയാണ് ഡിസ്റ്റൻസിലേക്ക് വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ സാധാരണ ആക്കിയാൽ അവസാനമാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന്റെ അഭിഷേകത്തോടെ ഇങ്ങനെ അഭിഷിക്തനാണ്, അല്ലാതെ അദ്ദേഹത്തിന് മറ്റൊന്നുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ പാസ്റ്റ് അവസാനം ചെയ്യാനുള്ളത് കർത്താവ് ആദ്യം ജയിക്കാണ്. ഞാൻ പറയാൻ കാരണം പരിശുദ്ധാത്മാവ് ഈ സെക്ഷനിൽ നമ്മളോട് സംസാരിക്കും. ഈ പ്രാർത്ഥന വലിയ വിജയമായി കർത്താവ് മാറ്റും. കർത്താവിന്റെ ദാസമായിട്ട് ഞാൻ ഒത്തിരി അടുത്തുള്ളൊരു പരിചയമില്ല. ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ മോൻ മുഖാന്തരമാണ് ഇങ്ങനെ ആഴമായൊരു ബന്ധമുണ്ടായത്. അത് പരിശുദ്ധാത്മാവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, മനസ്സിലോട്ട് വന്ന ദൈവാലോചനയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ദൈവദാസൻ ഈ സഭയിൽ വന്നതും ഈ ദേശത്ത് പ്രവർത്തിക്കുന്നതും ഈ സഭയുടെ ഒരു സുവർണ കാലഘട്ടമാക്കി കർത്താവ് മാറ്റി. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ചില ദൈവിക നിയോഗങ്ങൾ വെളിപ്പെട്ടു വരും. ഈ പ്രാർത്ഥനയ്ക്കകത്ത് കഴിഞ്ഞ പ്രാർത്ഥനകളിൽ കാണാത്ത ലഭിക്കാത്ത ചില അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ദേശത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയായി മാറ്റി. പുതിയ ദർശനങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ദൈവിക ആലോചനകൾ ഈ പ്രാർത്ഥനയിൽ കർത്താവ് നൽകും. പിശാചിന്റെ ഒരു വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ ഒതുക്കുക എന്നുള്ളതാണ്. ഈ ഒതുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സഭയെ ഉൾപ്പെടെ പരിമിതപ്പെടുത്തി ഉള്ളത് കൊണ്ട് ഒതുങ്ങി തൃപ്തിപ്പെട്ട് അങ്ങനെ പോകാനല്ല ദൈവസഭയെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന മാക്സിമം കഴിവുകൾ, അത് സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, എന്തുമാകട്ടെ, അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് മുമ്പ് കുറെ ആൾക്കാരെ കൂടെ ദൈവസഭയിലേക്ക് കൊണ്ടുവന്ന് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഇതൊരു മുഖാന്തരമായി ദൈവം മാറ്റുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. സ്തോത്രം. കരങ്ങളിൽ ഉയർത്തി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വചന ചിന്ത വേഗത്തിൽ ദൈവമക്കളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 16-ാം വാക്യം സുപരിചിതമായ ഒരു വാക്യമാണ്. Acts chapter 12:16. അപ്പോസ്തല പ്രവൃത്തി 12:16. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. എല്ലാവരും കൂടി ചേർന്ന് വാക്യം എന്ന് പറഞ്ഞാൽ പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ദൈവമക്കളെല്ലാവരും കൂടി ചേർന്ന് വാക്യം എന്ന് പറയാമോ? പത്രോസ്
മുട്ടിക്കൊണ്ടിരുന്നു. അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. പറയാത്ത 4 പേരിപ്പോൾ അവരെ കൂടി ചേർന്ന് പറഞ്ഞാട്ടെ. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ഒരിക്കൽ കൂടെ, പത്രോസ് അവനെ കണ്ടപ്പോൾ. ഞാൻ എന്തിനാ ഇത്രയും വാക്യം നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചെന്നറിയാമോ? സ്തോത്രം. സാധാരണ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ കുറിവാക്യം വരെ നമ്മൾ എന്ത് ചെയ്യും? മറന്നുപോകും. ഞാൻ സാധാരണ ചെയ്യാറുള്ളൊരു കാര്യം, ഒരു ദൈവദാസം വന്നാൽ എല്ലാവർക്കും അത് പറ്റുകയല്ല. കാരണം നമ്മൾ ആ മൂന്ന് കേട്ട് ആരംഭിച്ചു ആ ഒരു തലത്തിലോട്ട് കയറിപ്പോകും. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെയും മെസ്സേജ് മുഴുവൻ എഴുതിയെടുക്കും നേരയില്. സ്തോത്രം. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവദാസനെ വീണ്ടും നമ്മൾ ക്ഷണിച്ചാൽ ഈ മെസ്സേജ് റിപ്പീറ്റ് ചെയ്താൽ ഞാനൊന്നും ചെയ്യത്തില്ല. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ മെസ്സേജ് ആദ്യം മുതൽ അവസാനം വരെയും ഞാൻ പറഞ്ഞു കേൾപ്പിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മെസ്സേജ് റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഒരു മെസ്സേജ് മാത്രം മതി അവൻ ആയിരക്കണക്കിന് പ്രസംഗങ്ങളിലൂടെ അവരെ വിടുതലിലേക്ക് നയിക്കാൻ. യോനാൻ എഡ്വേർഡ് എന്ന് പറയുന്ന ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നു. കോപിഷ്ഠനായ മനുഷ്യൻ, അവൻ ആ ഭാവിയായ മനുഷ്യൻ കോപിഷ്ഠനായ ദൈവത്തിന്റെ കരങ്ങളിൽ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പുള്ളി മേശപ്പുറത്ത് എഴുതി വെച്ച് കട്ടി കണ്ണാടി കൊണ്ട് വായിക്കും. ഒറ്റ പ്രസംഗമേ ഉള്ളൂ. അദ്ദേഹം ഇത് വായിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ആരും വായിച്ചാലും ഒക്കുകയല്ല. അദ്ദേഹം വായിക്കാൻ തുടങ്ങുമ്പോൾ കസേരയിരിക്കുന്ന ആൾക്കാരെ പൊട്ടിക്കരഞ്ഞ് താഴെ വീണ് അനുദമിച്ച് മാനസാന്തരപ്പെടും. ഞാൻ പുസ്തകത്തിൽ വായിച്ചത് എൻ്റെ 2 കരങ്ങളിലും ആളുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെട്ടി ആൾക്കാരെ താഴെ ഇടുന്നതിനേക്കാൾ വേഗത്തിൽ ചിതറി ആൾക്കാർ താഴെ വീണ് മാനസാന്തരപ്പെട്ട് കരയുന്ന ഞാനിപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഒറ്റ പ്രസംഗം ഭാവിയായ മനുഷ്യൻ കോപിഷ്ഠനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഒറ്റ മെസ്സേജ് അതേ ഉള്ളു അദ്ദേഹത്തിന്. ആ മെസ്സേജ് കൊണ്ട് അവൻ ലക്ഷക്കണക്കിന് ആൾക്കാരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഈ വാക്യം വായിച്ചതിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വാക്യമെങ്കിലും നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഒന്നുകൂടെ നമുക്ക് ശബ്ദത്തിലൊന്ന് പറയാം. ആദ്യത്തെ സെക്ഷൻ അല്ലേ, ചൂട് പിടിച്ച് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഈ സെക്ഷനിൽ തന്നെ കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. ഒന്നുകൂടി പറഞ്ഞ്, പത്രോസ് മുട്ടിക്കൊണ്ടിരുന്നു, അവർ തുറന്നപ്പോൾ അവനെ കണ്ട് വിസ്മയിച്ചു. 3 പദങ്ങൾ നിങ്ങൾ മനസ്സിലിരിക്കണം. 1 തുറന്നു, 2 കണ്ടു, 3 വിസ്മയിച്ചു. സോ ഓപ്പൺ ആൻഡ് അമൈസ്ഡ്. ഈ 3 പദങ്ങൾ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വിടപെട്ട 3 പദങ്ങളാണ്. എവിടെ ശക്തമായി പ്രാർത്ഥന ഉയരുന്നുവോ, എവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥന ഉയരുന്നുവോ, എവിടെ നിരന്തരമായി പ്രാർത്ഥന ഉയരുന്നുവോ, അവിടെ ഈ 3 പദങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഈ യോഗത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവൻ ചിലത് കാണാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ അടഞ്ഞ ചില കഥകുകളെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അവൻ മുട്ടിപ്പോയി കരയുന്ന ചില സഹോദരന്മാർ അവൻ അത്ഭുതപ്പെടുവാതെ ചില ദൈവപ്രവർത്തികൾ കാണാൻ വേണ്ടി പോവുകയാണ്. Praise the Lord. Opened, saw and amazed. അവൻ കണ്ടു, തുറന്നു, വിസ്മയിച്ചു. സ്തോത്രം. അവൻ ദൈവത്തിന്റെ ആത്മനിയോഗത്തോടെ ഈ പ്രാർത്ഥനയുടെ പ്രഥമ സെക്ഷനിൽ ഞാൻ അവൻ വിശ്വാസത്താൽ പ്രഖ്യാപനം ചെയ്യുന്നു. ഈ പ്രാർത്ഥന അവൻ ചിലത് തുറക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചിലത് കാണാൻ പോകുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ആശീർവാദം പറയുന്നതിന് മുൻപ് ചില ആശ്ചര്യപൂർവ്വമാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥന. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, അവൻ തന്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗം ഓടുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രകാശത്തിന്, സയൻസ് പറയുന്നത് പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേഗത എന്നാണ്. ദൈവത്തിന് സ്തോത്രം. 1,86,000 മൈൽ പെർ സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുകയാണ്.
പക്ഷേ കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരായ വിശുദ്ധമതികളായ ദൈവമക്കൾക്കറിയാം, പ്രകാശത്തെക്കാൾ വേഗത ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ സെക്ഷൻ ഇവിടെ നിന്ന് കരമടിച്ച് നമ്മൾ സ്തോത്രം പറയുമ്പോൾ അമേരിക്കയിൽ അത്ഭുതം സംഭവിക്കും. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ UK-യിൽ അത്ഭുതം സംഭവിക്കും. നമ്മൾ ഇവിടെ നിന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവ് തേടും. നമ്മൾ ഇവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുമ്പോൾ വീട്ടിൽ കട്ടിലിൽ തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ ചൈതന്യം വെളിപ്പെട്ടു വരും. കാരണം വചനത്തിന് ശക്തിയുണ്ട്. സ്തോത്രം. വചനത്തിന് ബന്ധനമില്ല. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് അവൻ തുടങ്ങുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ചില ഭവനങ്ങൾ അകത്തളങ്ങളിൽ വചനത്തിന്റെ വ്യാപാരം വെളിപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. ആദിമ നൂറ്റാണ്ടിൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. എന്ത് ചെയ്യാൻ ആരംഭിച്ചു? പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. 5-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും നമ്മളത് വായിക്കുന്നത് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 12-ന്റെ 5-ാം വാക്യവും 12-ാം വാക്യവും. ഇങ്ങനെ പത്രോസിനെ തടവിൽ എന്ത് ചെയ്തു വരുമ്പോൾ, സൂക്ഷിച്ചു വരുമ്പോൾ സഭ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടി പറഞ്ഞു, എങ്ങനെ പ്രാർത്ഥിച്ചു? ശബ്ദത്തിൽ പറഞ്ഞു, ശ്രദ്ധയോടെ. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവൻ എലിഫസും ബൽഗാദും സോഫറും എലീഹുവും ഇങ്ങനെ 3 സ്നേഹിതന്മാർ യോബിനുണ്ടായിരുന്നു. അതിലൊരു സ്നേഹിതൻ പറയുന്ന ഒരു കാര്യമാണ് യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ. അവിടെ ഇങ്ങനെ വായിക്കുന്നത്. എങ്ങനെയാണെന്ന് വായിക്കാമോ? എങ്ങനെ അന്വേഷിക്കണം? നീ ദൈവത്തെ എങ്ങനെ അന്വേഷിക്കണം? ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നേരിടുവനുമെങ്കിൽ അവനിപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, നിന്റെ അന്ത്യസ്ഥിതി ആദിമകത്തായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അതുകൊണ്ട് ഭക്തൻ പാടുന്നത്, ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധു. മനോഹരമായ പാട്ടല്ലേ? ഒന്ന് ചേർന്ന് പാടാമോ? ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ പരമരമേശ പരമരുളീശ നീയത്രേയം. ഓ പരമരമേശ പരമരുളീശ നീയത്രേ നിന്നെക്കാളും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെക്കാളും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരമരമേശ പരമരുളീശ നീയത്രേ. ആദിയെങ്കിൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. അതാണ് ഇവിടെ പറയുന്നത്. നീ എങ്ങനെ അന്വേഷിക്കണം ദൈവത്തെ? ശ്രദ്ധയോടെ. എല്ലാവരും കൂടി ഒരു ശബ്ദത്തിൽ പറഞ്ഞ് ശ്രദ്ധയോടെ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഏണസ്റ്റ്ലി എന്നാണ്. പല നിലകളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്നിവിടെ മനോഹരമായി ആന്റിയും രചായനും പ്രാർത്ഥിച്ചു. എനിക്ക് സന്തോഷം തോന്നി. ഞാൻ പതിവായി കേൾക്കാത്ത അന്യഭാഷ അധികാരത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. അതിൽ കണക്ട് ചെയ്ത് ആത്മാവ് തരുന്നു എന്ന് പറയാം. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ അന്യഭാഷ മാറണം. സ്തോത്രം. ആരും പറയുന്നത് കേട്ട് പറയാനല്ല, പുതിയത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓരോ സെക്ഷനിലും ചലനങ്ങൾ സംഭവിക്കണം. ഓരോ സെക്ഷനിലും മാറ്റങ്ങൾ ഉണ്ടാകണം. ഓരോ സെക്ഷനുകളിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എങ്ങനെയാണ്? നീ ദൈവത്തെ, നീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ അനുഭവം വ്യക്തിപരമാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, സഭയിലെ പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. എന്നാൽ അവൻ വ്യക്തിപരമാണ്. അതാണ് നീ എന്നുള്ള പദം. നീ എങ്ങനെ ദൈവത്തെ
ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവത്തോട് നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ വ്യവസ്ഥ എന്താണ്? എല്ലാവരും കൂടി പറഞ്ഞ നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ. ആ കാര്യം ഉയർത്തിപ്പിടിച്ച് ഇത് പ്രഥമ സെക്ഷൻ ആയതുകൊണ്ട് ആത്മാവ് ഇടപെടുകയാണ്. ജീവിതത്തിൽ മാറ്റേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം തമ്പുരാനോട് അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുന്നെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും ദൈവസഭയ്ക്കും ദേശത്തിനൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റി. വ്യവസ്ഥ നീ നിർമ്മലനും, എല്ലാവരും കൂടി പറഞ്ഞ നീ നിർമ്മലനും. അടുത്തത് ആമേൻ സ്തോത്രം, നേരുള്ളവരായിരിക്കണം. കളവ് എന്ത് ചെയ്യരുത്? ഹലോ, എന്ത് പറയരുത്? കളവ് പറയരുത്. കളവ് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? കരമൊക്കാവോ? ആരും കരമൊക്കെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം എന്ന് പറയാൻ കാരണം ഇതിൽ ഭയങ്കര മണ്ഡലമാണ് പറഞ്ഞത്. നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ചിലതിനെ ജയിച്ചെങ്കിൽ മാത്രമേ വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്തു പോവും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് അറിഞ്ഞോണ്ട് മനഃപൂർവമായി നിർബന്ധമായി അവൻ കളവ് പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തു പറയണം. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, കർത്താവിനെ ഒരു പുസ്തകത്തോട് നിർത്തുന്നതുകൊണ്ട് ഞാൻ പറയാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ട്, അല്ലെ? കേട്ടിട്ടുണ്ടല്ലോ. ഈ യാക്കോബ് ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ റാഹേല് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുറെ നാളായിട്ട് കൂടെ താമസിക്കുക. പക്ഷെ പാട്ടി പാടിയതുപോലെ ഒരു ഗുണവും ആദ്യം കിട്ടിയിട്ടില്ല. അടിച്ചു മാറ്റാൻ വിദഗ്ധയാണ് അല്ലേ? സ്വന്തം ഒന്ന് പറഞ്ഞു പോയല്ലേ. ഞാൻ പറയും കളവിന് ഡോക്ടറിന്റെ അടുത്ത് ആളായിരുന്നു ആര്? വഴി പെട്ടുപോയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ആ ഭാഗം കൊണ്ട് എനിക്ക് ആരെ മുറിപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അങ്ങനെ റാഹേലിന്റെ കൊച്ചമ്മമാരോ ചേട്ടത്തിമാരോ അനിയത്തിമാരോ അനിയന്മാരോ സഹോദരന്മാരോ അപ്പച്ചന്മാരോ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് സെക്ഷൻ ഇടപെടുന്നത് ആമേ സ്തോത്രം. കളവ് പറഞ്ഞാൽ നമുക്ക് അക്കരെ നാട്ടിലേക്ക് എത്താൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പം എവിടെയെങ്കിലുമൊക്കെ ബലഹീനതകള് കുറവുകൾ മാനുഷികമായിട്ട് വന്നാൽ അത് കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് നിരപ്പ് പ്രാപിച്ച് നമ്മൾ മുന്നേറിയാൽ ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ കാണിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിർമ്മലനും. അടുത്തത് ഇംപ്യൂരിറ്റീസ് ഒന്നും ജീവിതത്തിൽ വരാൻ പാടില്ല. അശുദ്ധമായതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദൈവാത്മാവ് നിങ്ങളെ ഒന്ന് വിവേചിച്ചൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതായിട്ട് കാണും. അവർ പറയാം പാസ്റ്റേ എന്ത് ചെയ്യുന്നില്ലെന്ന്. നല്ല കുഞ്ഞുങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കല ഉയർത്തിയത് കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോവുകയും ആൾക്കാരെ കാണുകയും ഇടപെടുകയൊക്കെ ചെയ്തതുകൊണ്ട് ദൈവസ്നേഹത്തിൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, സ്തോത്രം. നമ്മുടെ കൈയടിയേക്കാൾ നമ്മുടെ ആരാധനയേക്കാൾ മനസ്സിലായിക്കോണം. ഇതെല്ലാം വേണം. ഞാൻ ശക്തമായി നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ആളാണ്. ഇതെല്ലാം വേണം. ഇതിനേക്കാൾ ഉള്ളവും ദൈവവും തമ്മിൽ ആഴമായൊരു ബന്ധമാണ്. ഒരു ദൈവഭയം നമുക്ക് ആവശ്യമാണ്. പുറത്തെ ഉപരിവിപ്ലവമായ അനുഭവങ്ങളേക്കാൾ അകത്ത് കത്തുന്നൊരു ചൂടും ദൈവഭയമുള്ള ദൈവഭയം തന്നെയാണ് സ്വർഗത്തിലെ ദൈവം ദൈവകൃപയിൽ നിലനിർത്തുന്നത്. അത്രയും ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം, മൂത്ത മോന്റെ പേര് സാമ, രണ്ടാമത്തത് ഫേബ. എനിക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ, പാസ്റ്റർ ഇമ്മാനുവൽ.
10 വയസ്സ് അറിയുന്ന വാസനാണ്. അതിൽ 3 പേരുണ്ട്. അപ്പം എനിക്ക് ഒരു നിർബന്ധം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ദുബൈയിൽ എന്ത് ചെയ്യണം. ഇപ്പൊ എന്റെ മോള് +2 കഴിഞ്ഞ് B2 പാസ്സായി നേഴ്സിംഗ് പഠിക്കാൻ ജർമ്മനി ഫ്രീ ആയിട്ട് നേഴ്സിംഗ് പഠിക്കാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3 ട്രെയിൻ കയറി വേണം ആരാധനയ്ക്ക് പോകാൻ. 3 ട്രെയിൻ കയറി. അപ്പം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരെ പല പ്രശ്നക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം എനിക്കറിയാം, ഞാൻ വിദേശത്തൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പൊ അവളെന്നോട് പറഞ്ഞു, പപ്പ ഒരു 3 വണ്ടി കയറി, 1ാമത്തെ ഞാൻ ടയേർഡാണ്, ഞാൻ സൂമിൽ എന്ത് ചെയ്തോളാം, കയറിക്കോളാം. ഞാൻ പറഞ്ഞു, മോളെ ഈ ഒരു കാര്യം ഞാൻ ഒരു ടിക്കറ്റ് ആയിട്ട് തരാം, നീ തിരിച്ച് കയറി ജർമ്മനിയിൽ നാട്ടിലോട്ട് എന്ത് ചെയ്യും. അപ്പൊ മോളെ എന്തൊരു വിവരക്കേടായി പറയുന്നത്, കൊച്ചിനെ ആരെങ്കിലും പിടിച്ചു, ഞാൻ പിടിച്ചോട്ട് പോയപ്പോട്ടെ. അല്ലോ നിങ്ങൾ നോക്കൂ, ഞാൻ പറയുന്നത് എന്റെ പ്രായോഗിക ജീവിതത്തിലെ കാര്യവും. അവിടെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നതിനേക്കാൾ എനിക്ക് വിലയുള്ളത് ഏതെങ്കിലും ഒരു സഭയിൽ പോയി കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. തലവേദനയാ, കൈവേദനയാ, മുട്ടുവേദനയാ, നടുവേദനയാണെന്ന് എത്രയോ പേര് ആരാധന മുടക്കുന്നു. ഈ ബഹുമാനപ്പെട്ട ദേവദാസം നിലമുടക്കിയുള്ള ഉപവാസ പ്രാർത്ഥന വെച്ച് റീസണുള്ള ആൾക്കാരില്ല, ചുമ്മാതിരിക്കുന്ന എത്രയോ പേരാണ്. സ്തോത്രം. എൻ്റെ ഒരു സഭ പോലെ കരുതി ദൈവമക്കൾ ഉപദേശം നൽകുക. സഭയിൽ ആരാധന നടക്കുമ്പോൾ വീട്ടിൽ കിടന്നുറങ്ങിയാൽ അയ്യത്തുകൂടി പോകുന്ന സകല സാത്താനും വരുന്ന എവിടെയാണെന്നറിയാമോ? ആരാധനയ്ക്ക് മനഃപൂർവ്വം പോകാതെ ഉറങ്ങുന്ന പാർട്ടിയുടെ അടുക്കലേക്കായിട്ട് വരുന്നതെന്നാണ് ഒരാൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉപവാസം കഴിയുമ്പോൾ മാസ്റ്ററിന് ബന്ധനം അടിക്കാനുള്ള അവസരമൊന്നും ആരും ഒരുക്കി കൊടുക്കാതെ എല്ലാ കൂട്ടായ്മയിലും വന്ന സജീവമായ കർത്താവിനെ ആരാധിക്കുക. കരമുയർത്തി അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിക്കാതെ. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുള്ളവരായിരിക്കണം, എങ്ങനെ വേണം? നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എനിക്കുമുണ്ട്, ഞാൻ നല്ല ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുമാണ്. സ്തോത്രം. പക്ഷെ ഇത് വളരെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമോ വാട്സാപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ സത്യം പറഞ്ഞാൽ ഇതിന് വലിയൊരു ബാധ പോലെ ഇപ്പം വന്നിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് തരായിരുന്നു ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ചർച്ച ചെയ്തു. ഫാസ്റ്റോടെ ഇല്ല, അതേപോലെ ഇല്ല. പക്ഷെ ചർച്ച ബോർഡ് തുറന്നു കിടക്കുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 5-6 പിള്ളേരോട് ഇരിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ എന്താണ്, ഞാൻ വാതിൽ കൊട്ടിയടി ഇവരെന്ത് ചെയ്തില്ല. അപ്പൊ ഇവരിങ്ങനെ കറങ്ങിയിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ. അപ്പം ഒത്തിരി വട്ടം വിളിച്ചിട്ട് ഈ കഥ തുറന്നു വിളിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ഞാൻ നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞ് വാസപ്രാർത്ഥന ഞാൻ ഇങ്ങനെ വരണമെന്നൊക്കെ പറഞ്ഞ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരാളോട് നോട്ടുന്നത് ഒരാളുണ്ട്. ഇത് തെറ്റാതൊന്നുമല്ല, ഞാനിത് ചെയ്യുന്ന ആൾക്കാർ നമ്മളെല്ലാവരും ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു വല്ലാത്തൊരു ബാധ പോലെ ഇത് ഇപ്പൊ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശരിയാണോ ഞാൻ പറയുന്നത്? സ്തോത്രം. ഇത് നമുക്ക് ആവശ്യമാണ്, ഇത് നമുക്ക് ഉപയോഗിക്കണം. എല്ലാ ചർച്ചയിലും സൂം ലൈവ് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചേ പറ്റും. ആരൊക്കെ കയറി നോക്കണം, ദേവദാസന്മാരും ദൈവങ്ങളും എല്ലാം ഉപയോഗിച്ചേ പറ്റും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഈ 24 hours ഇത് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയാൽ നമുക്ക് നമ്മുടെ ഈ ദൈവിക ബന്ധം തന്നെയല്ല, നമ്മുടെ കരിയറിനെ കൂടി ഇത് ബാധിക്കുന്ന നിലവാരത്തിലേക്ക് ഇത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വേണ്ടെന്നല്ല, ഇത് നമുക്ക് അനുഗ്രഹമാണ്. ദൈവമക്കൾ വളരെ വിവേചനത്തോടെ ഉപയോഗിക്കാനിടയായിരിക്കും. പ്രാരംഭ സെക്ഷൻ ആയതുകൊണ്ടും നിങ്ങളൊക്കെ എൻ്റെ ഒരു മക്കളെ പോലെ ഞാൻ കരുതുന്നതുകൊണ്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വലിയ ദൈവ പ്രവർത്തിയിലേക്ക് നമ്മൾ കയറും. പക്ഷെ ഈ വചനം നിങ്ങളൊന്ന് റിസീവ് ചെയ്യണം. ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. വചനം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യണം. വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. വചനം നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്ത ഓരോന്നോരോന്ന് വെട്ടി മാറ്റിയാൽ ഈ ഉപവാസത്തിന്റെ ഒടുവിലത്തെ ദിവസങ്ങൾ വരുമ്പോൾ ഉണർവ് മാത്രമല്ല, ഭയങ്കര രൂപാന്തരം ദൈവസഭയിലുണ്ടാകും. വിശ്വസിക്കുന്നവർ അഭിഷേകത്തോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാൽ. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി പറയുകയല്ല, ഞാൻ അവരെ ഇപ്പോഴും വഴക്ക് പറയും. എന്റെ സഭയിലുള്ള പിള്ളേരെ ഞാൻ വഴക്ക് പറയും.
കാരണം അവർ നമ്മുടെ പിള്ളേരാണ്. ഇപ്പം മാസ്റ്റർ ബഹുമാനിയ കർത്തദാസൻ നിങ്ങളോട് വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. നിങ്ങൾ വഴക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സ്നേഹത്തോടെ. ഇപ്പം പിള്ളേരോടൊന്നും വഴക്ക് പറഞ്ഞാൽ ഞാൻ പോവാന്ന് പറഞ്ഞ് പോയി അങ്ങനെ ഒരു കാലമാണ്. മക്കളൊന്നും പറയുന്നത് പ്രത്യേകിച്ച് ഒരു ടീനേജ് പ്രായമൊക്കെ ആകുമ്പോൾ ഈ കോളറൊക്കെ പിടിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ 2030 പിള്ളേരെ അഭിഷേകം പ്രാപിച്ചു എന്റെ ചർച്ച. അതെനിക്കാ പൈസ അവര് ഒരു ദിവസത്തേക്ക് കൂടുതൽ ഒരു നേരത്തെ കൂടുതൽ ഉപവസിച്ച് പരിചയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഉപവാസിക്കാണ്. പക്ഷെ അതൊക്കെ പ്രയാസമുള്ളൊരു കാര്യമല്ലേ. VBS എന്നൊക്കെ പറഞ്ഞാൽ ഡാൻസും പരിപാടിയും അല്ലേ. രാത്രിയാണെങ്കിൽ പൊറോട്ടയും ചിക്കൻകാലും ഒക്കെ കഴിച്ച് കഴിച്ച് സന്തോഷമാണ്. പക്ഷെ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും. പക്ഷെ വാസ ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉത്സാഹം. അവരുടെ മുഖം കാണുമ്പോഴേ അറിയാം സമർപ്പണം. ഞാൻ വിളിച്ച് പിള്ളേരോട് പറഞ്ഞ ആൺപിള്ളേരോട് പെൺപിള്ളേരൊക്കെ ഞാൻ ഓരോരുത്തരും ഉത്സാഹിപ്പിച്ചു. ആൺപിള്ളേരോട് പറഞ്ഞ് എൻ്റെ കൂടെ ഒന്ന് ഉപവാസം ഇരിക്കാം, ഒരു ദിവസം ഇരിക്കാന്ന്. ഞാൻ വീട്ടിൽ വിടത്തില്ല, ഇവിടെ താമസിക്കണം. ഓക്കെ, ഒന്നായി പക്ഷേ ഭയങ്കര വിഷമം. ഞാൻ ഒരു കുഴപ്പമില്ല, എന്ത് വേണേലും ഞാൻ കലക്കി തരാം. ലാഭക രൂപത്തിലുള്ളത് എന്ത് വേണേലും ഞാൻ എന്ത് ചെയ്യാം. വിളിച്ചിട്ടുണ്ടെങ്കിൽ 200 പറഞ്ഞു. 2 3 ചുരുക്കം പറഞ്ഞാൽ 3 പേര്, 3 4 5 പിള്ളേര് 21 പൂർണ്ണമായിട്ട് എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് 10 14 7 8 ഒക്കെ ആയിട്ടിരുന്നു. പിന്നെ ഒരു കാര്യം, ഈ പിള്ളേരൊന്നും ഞാൻ മിക്കവാറും വിളിയല്ല. ഇവിടെ എല്ലായിടത്തും പ്രായോഗികമല്ല. അവിടെ രാവിലെ വെളുപ്പിനെ അട്ട ഇവിടുന്ന് പോലെ കിടക്കുന്നത് ഇങ്ങനെ. ഞാൻ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് കുട്ടി എഴുന്നേൽപ്പിക്കും. എല്ലാത്തിനും ഒരു 5:30 5 മണിക്ക് വിളിച്ചെങ്കിൽ 5:30 5:45 എഴുന്നേറ്റ് വരും. പിന്നെ അന്നേരം ഞാനിവിടെ ഇരുന്ന് പാട്ട് 3-4 ശിവഗീതാവലി കണ്ണൊക്കെ വെള്ളം കോരി ഒഴിച്ച് കഴുകി പാടി 8 മണി വരെ പാടുമ്പോൾ ഒരു ഉണർവൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കൊടുത്തിട്ട് അടുത്ത 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. 1 മണിക്ക് ആസ്വാദം പറയും. 1:30 ആവുമ്പോൾ അടുത്ത മീറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിന് 4 മണിയിലേക്ക് പോകും. 6 മണിക്ക് അടുത്ത സ്റ്റാർട്ട് ചെയ്യും. അതിൽ 8:45 വരെ എല്ലായിടത്തും ഒക്കെ തരാട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പം എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ 1 മണിക്ക് നമ്മൾ 1 മണി, പക്ഷെ അടുത്ത ഞാൻ 1:30 കൊടുക്കും. നിങ്ങൾ ഇരിക്കണ്ട, ഇരിക്കുന്നുണ്ടിരുന്നാൽ മതി. അടുത്താൽ പോകും. സ്വന്തം പറഞ്ഞാൽ 9:30 അടുത്തത് ചെയ്യും. അടുത്തത് ഞാൻ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി അത് 1 മണി വരെ പോകും. ഹലോ, സ്വന്തം പറഞ്ഞാൽ വെളിപ്പാട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത വെളിപ്പാട് വെളിവേടാന്ന് പറഞ്ഞ ആൾക്കാര് ദർശനം കാണാൻ തുടങ്ങി, വെളിപ്പാട് കാണാൻ തുടങ്ങി. കാരണം മയറ് കത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അവൻ എടാ നീ എത്ര കൈയടിക്കാൻ പറഞ്ഞാലും അടിക്കാത്തവരും മയറ് കത്തി എന്തെങ്കിലും എനിക്ക് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം ജഡത്തിന്റെ കണക്ഷനൊക്കെ വിട്ടു കഴിയുമ്പോൾ തനിയെ ഇവൻ കരപിടിച്ച് ആത്മാവിൽ കത്തി ചോദിച്ച് ചുരുക്കം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇവന്മാരെയൊക്കെ കെട്ടിയിരുന്ന കെട്ടല്ല പൊട്ടി മാറി തുറക്കേണ്ട വഴികളെ സ്വർഗത്തിൽ നിങ്ങൾ തുറന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടതുകൊണ്ട് ഒരു ദൂതൻ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്. എത്ര വിദ്യാഭ്യാസ മേഖലകൾ നമുക്ക് നേടിയെടുക്കാം. കഴിവുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം. ഇച്ചിരി പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ കയറി വരാം. എവിടെ വേണമെങ്കിലും കയറാം. പക്ഷേ മുട്ടിന്മേലിരുന്ന് പ്രാപിക്കുന്ന കൃപ അവൻ ഇതിനെ കമ്പനി ചെയ്താൽ സ്തോത്രം ലോകത്തിലെ ഒരു മറ്റ് വിദ്യാഭ്യാസത്തിനോ മറ്റൊന്നിനോ തരാൻ കഴിയാത്ത ഒരു വലിയ വലിയ വിലമതിക്കാൻ കഴിയാത്ത നിക്ഷേപമാണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നത്. അങ്ങേറ്റത്തിരിക്കുന്ന പ്രിയ മകനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിലെ പരിമിതികൾ തകരുന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ആത്മാവ് അങ്ങനെ എന്നോട് പറയാൻ പറയുന്നു. ഈ പ്രാർത്ഥനയിൽ ആദ്യം മുതൽ നീ വിലമുടക്കി പ്രാർത്ഥിച്ച ചില മതിലുകളെ ഇടിച്ചു മാറ്റി നീ പോലും അത്ഭുതം കൂടുമാറി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഈ ആദ്യ സെക്ഷൻ മുതൽ ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇത് തലമുറകളുടെ വിടുതലിന്റെ പ്രാർത്ഥനയാണ്. അത് ദൈവജനത്തിന്റെ ഉണർവിന്റെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ
ശക്തിയോടെ പ്രാർത്ഥിക്കണം. ഞാൻ സാവധാനം പ്രസംഗിക്കുന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മളൊരു ആത്മതലത്തിലോട്ട് കയറും. സ്തോത്രം. ഈ സെക്ഷനിൽ തന്നെ ചില വലിയ ബന്ധനങ്ങളെ കർത്താവ് മുറിച്ചു മാറ്റും. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ അവസാനം കാണിക്കത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് വേണ്ടവിധം ദൈവകൃപയിലേക്ക് വരാൻ കഴിയത്തില്ലെന്ന് വെല്ലുവിളിച്ചോ നിൽക്കുന്ന ഇരുളിന്റെ മണ്ഡലങ്ങളെ കർത്താവിന്റെ ആത്മാവ് ഈ സെക്ഷനിൽ തന്നെ മുറിച്ച് മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ജനം ആദ്യത്തെ സെക്ഷൻ മുതൽ ആത്മാവിൽ ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. അകത്തരങ്ങളിൽ കത്തി പടരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തെന്ന് അവൻ ദൈവജനം കാണത്തക്ക നിലവാരത്തിലേക്ക് ഈ പ്രാർത്ഥനയെ മാറ്റിയെടുക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ കർമ്മേലിന്റെ മണ്ണിൽ കത്തി ഇറങ്ങിയ തീയ് അവന് കരിക്കത്ത് ഷാരോൺ ചർച്ചയിൽ കത്തി ഇറങ്ങുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. രണ്ട് പ്രാർത്ഥനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഒന്ന് അവൻ ഈ യോബ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. ഏതാ? യോബിന്റെ ആ അവസാന പുസ്തകത്തിൽ ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? 42-ാം അധ്യായം 10-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. യോബ് തന്റെ ആർക്കു വേണ്ടിയാണ്? സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് എന്ത് വരുത്തി? ദൈവം എന്ത് വരുത്തി? വ്യത്യാസം, ഭേദം വരുത്തി. ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്? തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി. നല്ല സ്നേഹിതന്മാരായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞ എലിഫസും ബിൽഗാദും സോഫറും എലിഹും ഒക്കെ നല്ല സ്നേഹിതന്മാരായിരുന്നു. അല്ല, അവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവരെങ്ങനെയുള്ളവരായിരുന്നു? ഒന്ന്, അവർ പരിഹസിക്കുന്നവരായിരുന്നു. പരിഹസിക്കുന്നവർ. രണ്ട്, ദൈവത്തിന് സ്തോത്രം, അവർ ചതിക്കുന്നവരായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? യോബ് പറയും, അവരെന്നെ തോടുപോലെ ചതിച്ചു. അടുത്തത്, വറ്റിപ്പോകുന്ന തോടിന്റെ ചാല് പോലെ അവരെന്നെ എന്ത് ചെയ്തു? ചതിച്ചു. അവൻ ചീറ്റ് ചെയ്യപ്പെട്ടു യോബ്. അടുത്തത് അവരെ കുറിച്ച് പറയാം, മിസറബിൾ കംഫോർട്ടേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. നമുക്ക് ഒരു നല്ല വാക്ക് അവർ പറയുകയല്ല, അവര് വ്യസനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ. എന്തെങ്കിലും രോഗമോ പ്രയാസമോ വന്നാൽ പറയും, അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും. എന്താ പറയുന്നത് അറിയാമോ? ഇവനെന്തോ കുഴപ്പമുള്ളത് കൊണ്ടായത് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവൻ മിസറബിൾ കംഫോർട്ടേഴ്സ് ആയ, പരിഹസിക്കുന്നവരായ, അവൻ ചതിക്കുന്നവരായ ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ പുതിയ നിയമത്തിലെ ക്ഷമയുടെ പ്രാർത്ഥന അവൻ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് ആരുടെ പുസ്തകത്തിനകത്താണ്? യോബിന്റെ പുസ്തകത്തിനകത്താണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ നിയമത്തിലെ ക്ഷമയുടെ പ്രാർത്ഥന ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ചില്ലേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. ഇങ്ങനെ ഒരു പ്രാർത്ഥന അവിടെ ഉയർന്നപ്പോഴാണ് ഈ ക്രൂശ് ഗ്ലോറിയിലേക്ക് മാറിയത്. സ്തോത്രം. എവിടെ ക്ഷമയുടെ പ്രാർത്ഥന ഉയരുന്നുവോ അവിടെ മഹത്വത്തിന്റെ അനുഭവം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇവിടെ യോബിന്റെ പുസ്തകത്തിൽ ജീവിതത്തിൽ മുഴുവൻ കയ്പിന്റെയും ശോധനയുടെയും വേദനയുടെയും നടുവിലൂടെ തന്നെ ദൈവം പ്രോസസ് ചെയ്തിട്ട് 42-ാം അധ്യായത്തിൽ ഒരു പ്രാർത്ഥന, ഒത്തിരി പ്രാർത്ഥനയില്ല, ഒരു ചെറിയ പ്രാർത്ഥന, ഒരു ചെറിയ സെന്റൻസിലുള്ള ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? തന്റെ ജീവിതത്തെ അടിമുടി സ്വർഗത്തിലെ ദൈവം മാറ്റി. ബൈബിൾ പഠിച്ചാൽ ഈ ചെറിയ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. സ്തോത്രം. എന്ന് ഹല്ലേലൂയ പറയാം. ഈ തന്റെ വീട്ടിൽ വിശ്വസ്തദാസനായ എലിയാസറിനെ അവൻ തന്റെ മകന് ഒരു മകളെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി മെസൊപ്പൊട്ടേമിയയിലെ ഊരിൽ നാഹോറിന്റെ പട്ടണത്തിലേക്ക് 10 ഒട്ടകത്തിന്റെ പുറത്ത് വിശേഷ സമ്മാനങ്ങളുമായിട്ട് അയക്കുന്ന ചരിത്രം ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. എനിക്ക് അറിയാവുന്ന ഭാഗമാണ്. അപ്പോൾ ഈ വിശ്വസ്തദാസനായ എലിയാസർ തന്റെ മകനെ ഒരു മകളെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് അബ്രഹാം പ്രാർത്ഥിച്ചൊക്കെ അയക്കുന്നത്, ചെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. താഴെ അറിയാൻ കുഴപ്പമുണ്ട്, ലൈവിടെ ബുദ്ധിമുട്ടാണ് അനുഭവം.
ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ കാണുന്നറിയോ? പ്രാർത്ഥനാ വിഷയം ഇങ്ങോട്ട് വരികയാണ്. ആരാ വരുന്നേ? ഈ സഹോദരി വെള്ളം കോരാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ സ്തോത്രം. അപ്പോൾ ഈ സഹോദരിമാരെ കണ്ടപ്പോൾ ഈ ഏലിയാസർ ചെയ്തൊരു കാര്യമുണ്ട്. ഈ കിണറ്റിന്റെ അരികിൽ എത്തുന്നതിന് മുൻപ് താൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ എന്റെ കാര്യം എന്ത് ചെയ്യണം? സാധിപ്പിച്ചു തരണം. ഒരു കൊച്ചു പ്രാർത്ഥന, ഒരു ചെറിയ പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ഇടപെടുകയാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ല. സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരണകരമായ രോഗത്തിന്റെ നടുവില്, ചില പൈശാചിക ബാധയുടെ മുൻപില്, ചില ഓഫീസിലുള്ള ചില പ്രതികൂലങ്ങളുടെ നടുവില്, ചില ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പദങ്ങൾക്കകത്തും ദൈവശക്തി വ്യാപരിക്കും. ദൈവത്തെ കർത്താവ് തരുന്ന റവലേഷനിലേക്ക് ഞാൻ കയറുകയാണ്. എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത ദൈവമേ, ഇന്ന് തന്നെ എന്റെ കാര്യം സാധിപ്പിച്ച് തരണം. ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ റിബേക്ക വെള്ളം കോരാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, ഒട്ടകങ്ങൾക്ക് അല്പം വെള്ളം തരാമോ? ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരാമോ? റിബേക്ക പറയാ, യജമാനന്മാരെ, നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒട്ടകങ്ങൾക്ക് മുഴുവൻ ഞാൻ വെള്ളം കോരി തരാം. 10 ഒട്ടകം, ഒരൊട്ടകം 35 ലിറ്റർ വെള്ളം ഒറ്റ നേരം കുടിക്കും. റിബേക്ക പറയുക, സ്തോത്രം. നിങ്ങൾക്ക് മാത്രമല്ല ഈ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം. ഉപവാസ പ്രാർത്ഥനയിൽ ഒരു വചന വെളിപ്പാട് ഞാൻ പറയട്ടെ. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്ത പരമായിട്ടുള്ള ചില മറുപടികൾ പിന്നെ മുടക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത്, സാമ്പത്തികം ചെലവഴിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത്, ഇതിന്റെ മുന്നിൽ അധ്വാനിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത്, ഇതിന്റെ ആഗമ ബുദ്ധിയോടെ കാണുന്നവർക്ക് വേണ്ടിയല്ല, ഇതിൽ നെഞ്ചും നെറ്റിയും കൊടുത്ത് ഇത് വിജയിപ്പിക്കണം. ആത്മാക്കൾ വരണം, ദൈവസഭ ഉണർത്തപ്പെടണമെന്ന് വിലകൊടുക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ചില വലിയ ദൈവപ്രവർത്തികൾ അയക്കുമോ? ലാസറിന്റെ കല്ലറയ്ക്കലെ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നു. യോബിന്റെ പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥനയായിരുന്നു. ചെറിയ പ്രാർത്ഥന വലിയ കാര്യങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ടാണ് റിബേക്ക ഇസഹാക്കിന്റെ ഭാര്യയായി മാറിയത്. ഒരു ചെറിയ പ്രാർത്ഥനയായ കൊണ്ടാണ് 4 ദിവസം കല്ലറയ്ക്കകത്തിരുന്ന ലാസറിനെ യേശു കർത്താവ് പുറത്തു കൊണ്ടുവന്നത്. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ടാണ് 10 മക്കളുടെ മരണം കണ്ട, സമ്പത്ത് നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, എല്ലാം തകർന്നെന്ന് വിചാരിച്ച യോബിന്റെ ജീവിതത്തെ ഒരു കൊച്ചു പ്രാർത്ഥന കൊണ്ടാണ് ആദ്യമുടി കർത്താവ് മാറ്റിയതെങ്കിൽ പരിശുദ്ധാത്മാവ് ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ സെക്ഷനിൽ വിളിച്ചു പറയുകയാണ്, ഇതൊരു വലിയ ചലനം ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്, ഇതൊരു മാറ്റം ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ്, തങ്ങളുടെ ജലത്തിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ്. അവൻ ചിലരുടെ ഭാവി ക്രമീകരണങ്ങൾ തലമുറകൾക്ക് വേണ്ടി ഭാവി സംബന്ധമായ ചില ക്രമീകരണങ്ങൾ ഉപവാസ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് സ്തോത്രം പറയണം. ഇതൊരു ദൈവ നിയോഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായതുകൊണ്ട് ദൈവം ചിലത് ക്രമീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ചിലതിന്റെ ആരംഭം കണ്ടു കർത്താവ് വെച്ചിരിക്കുക. പക്ഷെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലതിന്റെ ക്രമീകരണങ്ങൾ വെളിപ്പെട്ട് അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ചില കുടുംബങ്ങൾക്ക് വിടുതലാക്കി ദൈവാത്മാവ് മാറ്റുമെന്ന് പരിശുദ്ധാത്മ വചനത്തിലൂടെ ഇടപെടുക. ആ കരകളിൽ ചർച്ച ആത്മശക്തിയോടെ
നിങ്ങളെ പരിഹസിച്ചവരെ ഓർമ്മയുണ്ടെങ്കിൽ വിവാസ പ്രാർത്ഥനയിൽ അവരോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളെ ചതിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം. നിങ്ങളെ കുത്തുവാക്ക് പറഞ്ഞ് മുറിപ്പെടുത്തിയവരുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതാണ് പുതിയ നിയമത്തിലെ പ്രമാണം. കാലുടിയാൻ പ്രാർത്ഥിക്കുന്നതല്ല. ഹലോ, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ നിങ്ങൾ സ്വതന്ത്രം പറയൂ. സത്താ മട്ടവിട്ട് ഓടാനി കൂടോടെ കുറിച്ച് കളഞ്ഞിടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഉണർവ്. അതൊന്നും കേട്ടല്ല കർത്താവിനെ ആരാധിക്കേണ്ടത്. യേശു വലിയവനാന്ന് പറയുമ്പോഴാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്. യേശു സൗഖ്യദായകനാന്ന് പറയുമ്പോഴാണ് കർത്താവിനെ ആരാധിക്കേണ്ടത്. നമ്മുടെ ദൈവം കാലും കൈയും തല്ലി ഒടിക്കുന്ന ദൈവമല്ല. കുട്ടക്കൻ കാണിച്ചാൽ ദൈവം ചെയ്യും. അത് ചെയ്യുന്നത് ദൈവമല്ല. ആരാ? ഹലോ, സ്വന്തം മുഴുവൻ പോയോ? ചെയ്യുന്നത് ആരാ? നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു അടി കർത്താവ് തരികയെന്ന് വിചാരിക്കുക.